എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രപ്രയോഗമാണ്. എന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഈ ആഗ്രഹത്തിന്റെ പ്രത്യേകത വെച്ചാൽ പലവർക്കും പല മോഹം, പല ചിന്തകളും, പല ആഗ്രഹങ്ങളുണ്ട്. ഇത് പലതും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രശ്നം. ആളുകൾക്കും ഒരു വ്യത്യസ്തമായിട്ട് ഏറ്റവും ഉള്ളിലുള്ള ഒരു മോഹം ഉണ്ടാവും. ആ മോഹമാണ് നമുക്ക് സാധിക്കാൻ വേണ്ടത്. അത് സാധിക്കുന്ന കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, അതെങ്ങനെ നടത്തിയെടുക്കാം, എങ്ങനെയാണ് അത് സാധിപ്പിക്കുക, അല്ലെ എങ്ങനെ അത് ആഗ്രഹം സഫലമാവാൻ എന്താണ് വഴി എന്നുള്ളതെ കുറിച്ചിട്ട് ആലോചിച്ചും ചിന്തിച്ചും നടക്കുന്ന ആളുകൾക്ക് അതിനൊരു പോംവഴി ഉണ്ടാവും. ആ കാര്യം സാധിക്കുകയും ചെയ്യും. ഈ സാധിക്കണമെങ്കിൽ നമ്മൾ ഏത് കാര്യവും നടത്തുന്നത് നമ്മൾ തന്നെയാണ്. പല കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു ബസ് പഠിക്കണം എന്ന് വിചാരിച്ചാലും അതൊക്കെ നടക്കാനുള്ള വഴി നമ്മളിലേക്ക് തെളിഞ്ഞു വരും, അതിനുള്ള മാർഗം തെളിഞ്ഞു വരും. അപ്പോൾ ഈ തെളിഞ്ഞു വരിക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു തൊഴിൽ, ഈ തൊഴിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു തൊഴിൽ കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു നടക്കാത്ത കാര്യമല്ല, പക്ഷെ കിട്ടണ്ടേ. അതുപോലെ തന്നെയാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഒരു വിവാഹം നടക്കണം, അതുപോലെ എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളിലേക്ക് വരണം. ഇതൊക്കെ നമ്മളെ ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ആ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതാത് വ്യക്തികൾക്ക് തന്നെ തോന്നണം. കാരണം മറ്റൊരാളുടെ പ്രേരണ, ഐഡിയ ഇതൊക്കെ കൊണ്ടൊക്കെ നമുക്ക് കാര്യം നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവില്ല. കാരണം അയാളുടെ ഐഡിയയും നമ്മളെ പ്രവർത്തനവും ഇതുകൂടി ആകുമ്പോൾ പല തരത്തിലും ഫെയിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതും നമ്മുടെ മോഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഏത് തരത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നടക്കാനാണ്. കാരണം പ്രായോഗികമായിട്ട് ഇപ്പോൾ തീവണ്ടി മേടിക്കണം എന്ന് വിചാരിച്ചാൽ ഇത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം മേടിക്കാൻ നമ്മുടെ നാട്ടിൽ കഴിയില്ല. കാരണം ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നടക്കാത്തൊരു, നമുക്ക് പ്രായോഗികമായിട്ട് നിയമപരമായിട്ടൊന്നും നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മന്ത്രം ചൊല്ലിയിട്ട് കുത്തിരുന്ന് കാലം കളയണ്ട. പ്രായോഗികമായിട്ട് നടക്കേണ്ടതായിട്ടും എല്ലാവർക്കും നടത്തിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചിന്തിക്കേണ്ട കാര്യം. കാരണം ചില ആളുകൾ വിചാരിക്കും ആർക്കും സാധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസ്ക് എടുത്ത് മന്ത്രം ചൊല്ലിയിട്ട് നമ്മളെ ജന്മം കളയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായോഗികമായിട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും സാധിക്കുന്നതും നമ്മളെ കൊണ്ട് കഴിയാത്തതും നമ്മൾക്കത് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അത് വഴിതെറ്റിയിട്ടോ അല്ലെങ്കിൽ മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനും നമ്മളെ കൊണ്ട് തന്നെ ആ കാര്യം സാധിപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവണം. അതിൻ്റെ വഴികൾ തെളിയണം, അതിൻ്റെ മാർഗങ്ങൾ തെളിയണം. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യസാധ്യമായിട്ടുള്ള ഒരു മന്ത്രപ്രയോഗം ഇതൊക്കെ നമ്മളിലേക്ക് തന്നെയാണ്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നതും, നമ്മൾ തന്നെയാണ് നടത്തിയെടുക്കേണ്ടതും, നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതും. പക്ഷേ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെ ചെയ്താലാണ് ആവുക, ഏത് തരത്തിലാണ് അതിനെ പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് സംസാരിക്കേണ്ടത്, അങ്ങനെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട ആ നല്ല വഴികളൊക്കെ നമ്മളിലേക്ക് തെളിഞ്ഞു വന്ന് നമ്മളെ കൊണ്ട് തന്നെ ആ കാര്യം നേടിയെടുക്കാനുള്ള കഴിവ് നമ്മളിൽ ഉണർന്നു വരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് ഒരാളൊരു കുട്ടിയോട് മിണ്ടാണ്ട് അകത്താണ്ട് കുത്തിക്കുന്ന തന്നെ കാര്യം നടക്കില്ല കേട്ടോ. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചാൽ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മളാണ്. ഈ പ്രവർത്തനം നല്ല രീതിയിലായിട്ട് അത് വേണ്ട രീതിയിലേക്ക് ഫലമായി വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം. അപ്പോൾ ആളുകളുടെ ധാരണ നേരെ തിരിച്ചുണ്ടാവും. ഇപ്പോൾ ഞാൻ 24 ദിവസമായി 21 ദിവസമായി മന്ത്രം ചെല്ലണതിൻ്റെ കാര്യം നടന്നിട്ടില്ല, അതെന്താണെന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മളൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിച്ചു രാവിലെ കുളിച്ചു നമ്മൾ ഈ പറഞ്ഞതുപോലെയൊക്കെ മന്ത്രം ചെല്ലിയതിന് ശേഷം എന്താണ് അകത്തിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ടി വി കണ്ടിരുന്നാൽ ഈ കാര്യം നടക്കില്ല. പക്ഷെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏതാണ് ഈ ജോലി കിട്ടാൻ വേണ്ടി പല തവണ പല സ്ഥലത്തും പല തരത്തിലും അന്വേഷിച്ചിട്ടും നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗം പല പ്രാവശ്യം PSC എഴുതി പല ചാൻസുകൾ അപേക്ഷ കൊടുത്തു, അങ്ങനെ പല തരത്തിലും നമ്മൾ പരിശ്രമിച്ചു, എന്നിട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ അന്ന് നമ്മളെക്കാൾ ലോ ക്ലാസ്സിലുള്ള ആൾക്കാർക്കൊക്കെ അത് കിട്ടുക. ലോ ക്ലാസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് യോഗ്യത കൊണ്ടൊക്കെ താഴ്ന്നവർക്ക് ഇത് കിട്ടുക, നമുക്കിത് കിട്ടുന്നില്ല. അതുപോലുള്ള
തട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ ജോലിയുടെ കാര്യം, മറ്റെന്ത് കാര്യത്തിലും പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് നടക്കും. അത് നടക്കാനുള്ള മാർഗവും വഴികളും അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ഇത്. അത് ആണ് എടുത്ത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളുടെയും തെറ്റിദ്ധാരണ, എന്നെ തന്നെ നമുക്ക് മണ്ടന്മാരായി പോയ എത്ര ജനങ്ങൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളിത് എന്താണ് അതിന് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ മന്ത്രം ചൊല്ലില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ മന്ത്രം ചൊല്ലിയാൽ, എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രയത്നത്തിനും അതുപോലെ തന്നെ പരിശ്രമത്തിനൊന്നും ഫലമില്ലാതെ അവിടേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാതെ നമ്മൾ പരിശ്രമിച്ചിട്ട് അതിൻ്റെ 7 അയലത്തേക്ക് പോലും എത്തിച്ചെല്ലാൻ പറ്റാതെ നിൽക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ ഈ മന്ത്രവും കാര്യങ്ങളും ജപിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എത്തിപ്പെടാനും ആ കാര്യം നേടിയെടുക്കാനാണ് നമുക്ക് കഴിയുക. ഇതിന് വേണ്ടിയിട്ട് ഇവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ കുറേ ദിവസമായി ചെല്ലാണ്, എനിക്ക് എന്നിട്ട് കിട്ടിയില്ലല്ലോ, എനിക്ക് നടന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിച്ചോ? അത് മന്ത്രം ചൊല്ലിയില്ലേ, അപ്പം നമ്മളത് വിളിക്കണ്ടേ പണിക്ക്, അല്ലാണ്ട് നമ്മളെ ജോലി ഉണ്ട് ഇങ്ങോട്ട് വരില്ലേ, അപ്പം ഞാനിവിടെ ഇരിക്കില്ലേ, അപ്പം ആൾക്കാർക്ക് അറിഞ്ഞുകൂടെ, എന്നെ വിളിച്ചുകൂടെ, ഇതൊക്കെ ചോദിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ജാതി തരത്തിലുള്ള പതനം എന്ന് പറയാവുന്ന തരത്തിൽ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. ആ ഒരു രീതി ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് വേണം, നമ്മൾ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കാര്യത്തിന്, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് പരിശ്രമിക്കുമ്പോൾ പരിപൂർണമായിട്ടും അതിന് ഫലം കിട്ടുകയും ചെയ്യും. ആ ഒരു കാര്യമാണ് നമ്മളെടുത്ത് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളി കഴിഞ്ഞ് നല്ല ശുദ്ധമായിട്ടിരുന്നതിന് ശേഷം ഭസ്മക്കുറിയൊക്കെ ഇട്ട് ഒരു വിളക്ക് കത്തിച്ച് വെക്കാം. അത് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ചൊല്ലുക, വൈകിട്ടാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ചൊല്ലുക. ഈ ചൊല്ലുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ചിട്ട് വേണം ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട്. ഇത് ചൊല്ലുന്ന സമയത്ത് ഗുരുക്കന്മാരെയും ഗണപതിനെയും അതുപോലെ പഞ്ചഭൂതങ്ങളെയും നവഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഇഷ്ടദേവതകളെയും ഒക്കെ നല്ലതുപോലെ കുടുംബദേവതകളെയൊക്കെ നല്ലപോലെ പ്രാർത്ഥിക്കുക. ഗുരുക്കന്മാരെയൊക്കെ നല്ല അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണടച്ചിട്ട് ഇരിക്കുക. ഇരുന്നതിന് ശേഷം നമ്മുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കാണുക. ആ കണ്ടുകൊണ്ട് ഏകാഗ്രമായിട്ട് 2 പുരികത്തിൻ്റെ നടുക്കിൽ ഈ ഭാഗത്ത് ഭ്രൂമധ്യത്തിൽ വേണം ഓം ക്ലീം ഓം. അതെങ്ങനെയാണ്? ഒരു ദീർഘചതുരത്തിലുള്ള ഒരു കള്ളിയിൽ, ഈ കാണുന്ന പോലെ കള്ളിയിൽ ഓം ക്ലീം ഓം എന്നുള്ളത് എഴുതിയതായിട്ട് കാണുക ചെയ്യുക. നമ്മുടെ ആഗ്രഹത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഇതിനെ കോൺസെൻട്രേഷൻ ചെയ്ത് ഇങ്ങനെ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മളിത് ചൊല്ലി ചെയ്യുക. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് ആഗ്രഹമാണോ നമുക്ക് സാധിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ സാധിക്കേണ്ട കാര്യത്തിലേക്ക് വേണ്ട വശ്യശക്തി നമ്മളിലേക്ക് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വശ്യശക്തി ഉണ്ടാവുക എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ആഗ്രഹവും മനസ്സും തമ്മിലൊരു ബന്ധം വന്നിട്ട് ആ കാര്യം നടക്കാനുള്ള മാർഗം കണ്ട് തെളിയും. ഇത് ഏതൊരാൾക്കും എത്ര പ്രായോഗികമായിട്ടുള്ള നമ്മൾ പരിശ്രമിച്ച് അതുപോലെ തന്നെ നടക്കാതെ തൂറ്റിപ്പോയിട്ടുള്ള പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ പരിശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഇത് ആദ്യം തന്നെ 1000 പ്രാവശ്യമൊക്കെ നമ്മളിത് ചെയ്തു വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ 108 പ്രാവശ്യമൊക്കെയാണ് ഒരു ദിവസം ചെല്ലേണ്ടത്. നമ്മൾ സമയം ഉണ്ടെങ്കിൽ ഇതൊരു 1000 പ്രാവശ്യം ബേസിക്കായിട്ട് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളിത് ചെയ്തു വെക്കണം. ഇങ്ങനെ ധ്യാനിച്ചും ഇതും ചൊല്ലി വെക്കണം. ഈ 1000 പ്രാവശ്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് നടക്കും ഈ കാര്യം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നടക്കും. ഓം ക്ലീം ഓം, ഓം ക്ലീം ഓം, ഓം ക്ലീം ഓം, ഇത് മാത്രമേ നമ്മൾ ചൊല്ലേണ്ടുള്ളൂ. ഈ ചൊല്ലുന്ന സമയത്ത് ഈ ആഗ്രഹം സാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ആകർഷണവും ബുദ്ധിയും കഴിവൊക്കെ നമ്മളെ കുണ്ടലിനി ശക്തിയിൽ നിന്ന് തന്നെ നമ്മളെ മെമ്മറിയിലേക്ക് ബൂസ്റ്റ് ചെയ്യും. ഈ ബൂസ്റ്റ് ചെയ്തിട്ട് ആ കാര്യം നടക്കാനുള്ള മാനസികമായിട്ടുള്ളതും ആ കാര്യസാധ്യത്തിന് വേണ്ട കഴിവും ഒക്കെ നമ്മളിലേക്ക് തന്നെ ഉണർന്നു വരും. ഈ ഉണർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്ക് ആ കാര്യം എടുക്കാൻ പറ്റും. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇത് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ ഒക്കെ ജപിച്ചതിന് ശേഷം 1000 തവണ നമ്മൾ ഒരു ദിവസം തന്നെ ജപിച്ച് വെക്കുക. പിന്നെ 7 ദിവസം ഏറ്റവും കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കുക.
ഇങ്ങനെ 7 ദിവസം മുതൽ നമ്മൾ നടന്നില്ലെങ്കിൽ ഒരു 21 ദിവസം വരെയാണ് ഇത് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കാര്യം എപ്പോഴാണ് നടക്കണമെന്ന് വെച്ചെങ്കിൽ അപ്പം തന്നെ നിർത്താമല്ലോ. നമ്മുടെ മോഹം സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് നിർത്താം. ചില ആളുകൾക്ക് 2 ദിവസം കൊണ്ട് നടക്കും, ചില ആൾക്കാർക്ക് 3 ദിവസം കൊണ്ട് നടക്കും, ചില ആൾക്കാർക്ക് ഒരാഴ്ച കൊണ്ട് ആവും സമയം. പക്ഷേ 21 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതിനൊരു പോംവഴി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകളാണ്, ഓരോ ചിന്തകളാണ്, ഓരോ മാനസികാവസ്ഥകളാണ്, ഓരോ തരത്തിലുള്ള കഴിവുകളാണ്, വാക്ചാതുര്യങ്ങളാണ്, എല്ലാതും വ്യത്യസ്തമുണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ എന്ത് കാര്യത്തിലാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നേടിയെടുക്കും. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ കഴിവാണ്. ഈ നമ്മൾ കുണ്ടലിനി ശക്തി അവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള ആ പ്രസരിപ്പും ആ കഴിവുകളും ഉണർന്ന വ്യക്തികളായതുകൊണ്ട് അതാത് സമയത്ത് തന്നെ അവർക്ക് അത് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ കഴിവില്ലാത്ത ആളുകളാണ് മറ്റ് ഇതുപോലെ സാധിക്കാൻ നമ്മൾ എന്തിനിറങ്ങിക്കഴിഞ്ഞാലും അത് സാധിക്കാതെ നമുക്കൊക്കെ ഇങ്ങനെ എന്നും ഇങ്ങനെ എന്താ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നവർക്കൊക്കെ പെട്ടെന്ന് ആ കഴിവുണ്ടാവും. ആ കഴിവാണ് നമ്മളെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയിലേക്ക് എത്തുന്നത്. ആ ഉയർച്ചയാണ് ആ വ്യക്തിയുടെ ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്നത്. ആ സൗഭാഗ്യത്തിലൂടെയാണ് കുടുംബജീവിതം ഭദ്രമാവുന്നത്. അങ്ങനെയാണ് അവരെല്ലാ തരത്തിലും ഐശ്വര്യം, അഭിവൃദ്ധി ഉണ്ടാകുന്നത്. ഈ മെഡിറ്റേഷൻ രൂപത്തിലുള്ള ധ്യാനത്തിലൂടെ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മളുടെ ഓറകൾ തുറക്കുക, നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവുകൾ ഉണ്ടാവുക. ഈ കഴിവുകളൊക്കെ മറ്റൊരാളുടെ സപ്പോർട്ടോ മറ്റൊരാളുടെ നിർദ്ദേശങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് ഉണർത്തിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടൊരു മാർഗം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നല്ലൊരു വഴി. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചുരുക്കം പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് നല്ല ഓട്ടം ഉണ്ടാവണേ, നന്നായി വാടകകൾ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇത് മാത്രം മതി. നമ്മൾ ചെയ്യുന്ന തൊഴിൽ തന്നെ പുരോഗതിയാണ്. ഈ ഇപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യുന്നതാണ്, നല്ല ബിസിനസ് നടക്കണേ. അപ്പോൾ ഈ നമ്മുടെ ബിസിനസ് ചെയ്യുന്ന തൊഴിലും തമ്മിലാണ്ട് ബന്ധം വരും. ഇത് പലർക്കും ഇപ്പോൾ എഞ്ചിനീയറാണ്. ഈ എഞ്ചിനീയറിൻ്റെ സർട്ടിഫിക്കറ്റ് പിടിച്ചിട്ട് ആത്തുതിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം ജനങ്ങൾ നമുക്ക് വർക്ക് തന്നങ്ങളെ നമ്മളെ എഞ്ചിനീയറിങ് പ്രവർത്തനമാവുള്ളൂ. അപ്പോൾ ഈ തരണമെങ്കിൽ നമ്മളെ തൊഴിലും അറിവും ഈ തൊഴിലും തമ്മിൽ ബന്ധം വരണമെങ്കിൽ ഇത് നാട്ടുകാരുടെ കൈ കിടക്കുന്ന പണിയാണ്. ആ പണി നമ്മളിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആ ഒരു വശ്യശക്തി വേണം. ഈ വശ്യശക്തി എന്ന് പറയും നമ്മുടെ തൊഴിലും എൻ്റെ വശ്യവും ഉണ്ടാകുമ്പോഴാണ് നമ്മളിലേക്ക് ഈ വർക്ക് വരുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഏതാണോ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ ഇത് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കാരണം വെച്ചാൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെ പൂർണ്ണമായി വിജയിച്ച് നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് എത്താനുള്ള കഴിവ് ഉണരാനും ഈ കാര്യം മതി. ഇപ്പോൾ ഓരോ സമയത്തും നമുക്കിപ്പോൾ ഇന്ന് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണെങ്കിൽ നാളെ ഇതൊക്കെ തന്നെ ഡൗൺ ആവും. നമ്മുടെ സമയദോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മുടെ ശരീരത്തിലെ പോഷകക്കുറവുകൾ, മാനസിക സംഘർഷങ്ങൾ, ഇതിനനുസരിച്ച് നമ്മുടെ നാഡീഞരമ്പുകളുടെ ഉത്തേജനം, ബൂസ്റ്റിംഗ് ഒക്കെ ഡൗൺ ആവും. ആ സമയത്ത് നമുക്ക് ഓർമ്മക്കുറവ് വരും, പറയുന്നത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള മങ്ങലുകൾ അല്ലെങ്കിൽ മൗഢ്യങ്ങൾ നമ്മളിലേക്ക് വരും. ഇതിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാനും എന്നേക്കും ഈ കഴിവ് നിലനിൽക്കാനും വേണ്ടിയിട്ടും ഏതൊരാൾക്കും ഈ കാര്യം ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താ പ്രത്യേകത വെച്ചാൽ നമ്മളുടെ കഴിവ് എന്നെന്നും കൂടി വരണം. അല്ലാണ്ട് പിന്നാക്കം പോയി കഴിഞ്ഞാൽ അയാളുടെ എല്ലാ തരത്തിലും പിന്നാക്കം തന്നെയാണ്. പക്ഷേ ആ വ്യക്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഉണരണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഈ ഒരു വശ്യശക്തി വേണം. ഈ വശ്യശക്തി കാര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലുകൾ നല്ല രീതിയിൽ ആക്കണമെന്നുള്ളവരോ ജീവിതം തന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആളുകളുണ്ടെങ്കിലോ ഇത് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗുരുവിനും ഗണപതിയൊക്കെ നല്ല സ്മരിച്ചതിന് ശേഷം ഇത് ജപിച്ചതിന് ശേഷം നമ്മൾ ഭഗവാനെ ശിവനും വിഷ്ണുവിനെയൊക്കെ നന്നായി പ്രാർത്ഥിക്കുക, ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിച്ചിട്ട് തൊഴിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ അത് തന്നെ നമ്മളെ എല്ലാ തരത്തിലും നമ്മൾ കഴിവുകളുണ്ടാവും. അപ്പോൾ ഇത് നല്ല സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നതും ഈ വൈദ്യരും നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും.